ഹായ് ഹോൾ നമ്മൾ പഠിക്കുന്നത് HSA ഫിസിക്കൽ സയൻസിലെ മൊഡ്യൂൾ 1 ടോപ്പിക്കാണ്. അപ്പോൾ അത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ടോപ്പിക്കാണ് കേട്ടോ. ചലനമാണ്. ചലനം എന്ന് പറയുമ്പോൾ എല്ലാവർക്കും അറിയാം മോഷനാണെന്ന്. അപ്പോൾ ഇത് ഒരു ഇൻട്രൊഡക്ഷൻ മാത്രമാണ്. ഒരു വസ്തുവിൻ്റെ സ്ഥാനം സമയത്തിനനുസൃതമായി മാറുമ്പോഴാണ് ആ വസ്തു ചലനത്തിലാണ് എന്ന് പറയപ്പെടുന്നത്. അപ്പോൾ നമുക്കറിയാം ഒരു വസ്തു അതിൻ്റെ സമയത്തിനനുസൃതമായി അതിൻ്റെ സ്ഥാനം മാറുകയാണെങ്കിൽ എന്താണ് പറയുക? ആ വസ്തു ചലനത്തിലാണെന്ന് പറയപ്പെടുന്നത്. ഇപ്പോൾ ഭൂമിയിലുള്ള എല്ലാ വസ്തുക്കളും ഭൂമിയോടൊപ്പം ചലിക്കുന്നുണ്ട്. അതെല്ലാവർക്കും അറിയാം. ഭൂമി ചലിക്കുന്നുണ്ട്, ഭൂമി തിരിയുന്നുണ്ടെന്നറിയാം. അപ്പോൾ ഭൂമിയിലുള്ള എല്ലാ വസ്തുക്കളും എന്താ ചെയ്യുന്നുണ്ട്? ഭൂമിയോടൊപ്പം തന്നെ ചലിക്കുന്നുണ്ട്. അതാണ് ചലനം എന്ന് പറയുന്നത്. ഇനി മെക്കാനിക്സ് ടേമിൽ നമ്മൾ എങ്ങനെയാണ് അതിൻ്റെ പറയുന്നതെന്ന് നോക്കാം. വസ്തുക്കളുടെ ചലനത്തെ സംബന്ധിക്കുന്ന ഊർജ്ജതന്ത്രത്തിൻ്റെ ശാഖയാണ് മെക്കാനിക്സ്. ഊർജ്ജതന്ത്രത്തിൻ്റെ ശാഖയാണ് വസ്തുക്കളുടെ ചലനത്തെ സംബന്ധിക്കുന്ന ഊർജ്ജതന്ത്രത്തിൻ്റെ ശാഖയാണ് എന്ന് പറയുന്നത് മെക്കാനിക്സ്. മെക്കാനിക്സ് നമുക്ക് രണ്ടായിട്ട് തരംതിരിക്കാം. അപ്പം മെക്കാനിക്സിനെ രണ്ടായിട്ട് തരംതിരിച്ചിട്ടുണ്ട്. ഒന്നാണ് കൈനമാറ്റിക്സ് എന്ന് പറയുന്നതും, രണ്ട് ഡൈനാമിക്സ്. അപ്പോൾ കൈനമാറ്റിക്സിൽ എന്താ പറയുന്നത് വെച്ചാൽ നമുക്ക് കാരണങ്ങളെക്കുറിച്ച് ചലനത്തിൻ്റെ കാരണങ്ങളെക്കുറിച്ച് പ്രതിപാദിക്കാതെ ചലനത്തെ മാത്രം പഠനവിധേയമാക്കിയിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ ചലനത്തെക്കുറിച്ച് മാത്രം പഠിക്കുകയാണ്, അല്ലാതെ എന്തുകൊണ്ടാണ് ചലനത്തിന് കാരണങ്ങൾ എന്താണെന്ന് പഠിക്കുന്നില്ല. ആ ഒരു മേഖലയ്ക്ക് പറയുന്ന പേരാണ് എന്ത്? കൈനമാറ്റിക്സ് എന്ന് പറയുന്നത്. അപ്പോൾ ചലനത്തിന് നിദാനമായ കാരണങ്ങളെക്കുറിച്ച് പ്രതിപാദിക്കാതെ ചലനത്തെ മാത്രം പഠനവിധേയമാക്കുന്നതിന് പറയുന്നതാണ് എന്ത്? കൈനമാറ്റിക്സ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഡൈനാമിക്സ് എന്ന് പറഞ്ഞാൽ ചലനത്തെ പറ്റി പഠിക്കുന്നതോടൊപ്പം ചലനത്തിന് നിദാനമായി കാരണങ്ങളെക്കുറിച്ചും പഠിക്കുന്നു. എന്താണ് ഡൈനാമിക്സ് എന്ന് പറയുന്നത്? ചലനത്തെപ്പറ്റി പഠിക്കുമ്പോൾ അതിൻ്റെ കൂടെ തന്നെ എന്തുകൊണ്ട്, എങ്ങനെയാണ് കാരണങ്ങൾ, അത് ചലനത്തിനുണ്ടാവാനുള്ള കാരണങ്ങളും കൂടി പഠിക്കുന്നുണ്ട്. അതാണ് ഡൈനാമിക്സ്. അപ്പോൾ രണ്ട് ടോപ്പിക്കാണ്. കൈനമാറ്റിക്സും ഡൈനാമിക്സും ആണ് മെക്കാനിക്സിനെ രണ്ടായി തരംതിരിച്ചിരിക്കുന്നത്. മെക്കാനിക്സ് എന്ന് പറയുമ്പോൾ ചലനത്തെക്കുറിച്ച് പഠിക്കുന്നതാണ്. ചലനത്തെക്കുറിച്ച് കൈനമാറ്റിക്സ് എന്ന് പറയുമ്പോൾ എന്താണ്? കൈനമാറ്റിക്സ് എന്ന് പറയുമ്പോൾ ചലനത്തിൻ്റെ കാരണങ്ങൾ എന്താണെന്ന് പഠിക്കുന്നത്. ചലനം എന്താണെന്ന് മാത്രമാണ് അവിടെ പഠിക്കുന്നുള്ളൂ. ഡൈനാമിക്സ് എന്ന് പറയുമ്പോൾ എന്താണ്? ചലനത്തെക്കുറിച്ചും പഠിക്കുന്നുണ്ട്, അതിൻ്റെ കൂടെ തന്നെ എന്താണ് പഠിക്കുന്നതോടൊപ്പം എന്താണ് അതിൻ്റെ കാരണം, ആ ചലനത്തിനുണ്ടായ കാരണങ്ങളെക്കുറിച്ചും പഠിക്കുന്നുണ്ട്. അതാണ് ഡൈനാമിക്സ്. അപ്പോൾ നിങ്ങൾക്ക് ഈ ടോപ്പിക്ക് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. മൊഡ്യൂൾ 1 ഫസ്റ്റ് ടോപ്പിക്കിലെ ചലനം, ഇൻട്രൊഡക്ഷൻ മാത്രമാണ് പറഞ്ഞിരിക്കുന്നത് കേട്ടോ.